ഇന്ന് നമ്മുടെ മുമ്പിൽ ഒട്ടനവധി നിക്ഷേപ മാർഗങ്ങളുണ്ട്. എന്നാൽ എല്ലാ കാലത്തും റിയൽ എസ്റ്റേറ്റ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപ മാർഗമാണ് എന്ന് നമ്മൾ എത്ര പേർക്കറിയാം? പൊതുവെ നിക്ഷേപങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഓഹരികൾ, ക്രിപ്റ്റോ കറൻസികൾ, മ്യൂച്വൽ ഫണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത്. പക്ഷേ ശരിയായ ഒരു വിശകലനത്തിലൂടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും അനുയോജ്യമായ നിക്ഷേപ മാർഗം റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ നമുക്ക് ശരിയായി വിശകലനം ചെയ്ത് ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും? പ്രധാനമായും റിയൽ എസ്റ്റേറ്റിൽ നമ്മളൊരു നിക്ഷേപം നടത്തുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടാവുന്ന ഒരു വിലവർധനവിൻ്റെ അപ്പുറത്തേക്ക് സ്ഥിരമായ ഒരു ഇൻകം, അതായത് ഒരു റെൻ്റൽ ഇൻകം കൂടി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ പ്രോപ്പർട്ടി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എളുപ്പത്തിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വസ്തുവായിരിക്കണം ഇത് എന്നുകൂടി നമ്മൾ ഓർക്കണം. സ്വാഭാവികമായിട്ടും വലിയ തുകയ്ക്കുള്ള ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ചെറിയ തുകയ്ക്കുള്ള ഒരു പ്രോപ്പർട്ടി വിൽക്കാനായിട്ട്. വിൽപ്പനയ്ക്കുള്ള എളുപ്പത്തിന് പുറമെ ചെറിയ പ്രോപ്പർട്ടികൾ റെൻറ്റിന് കൊടുക്കാനും അതിൽ നിന്ന് താരതമ്യേന കൂടിയ റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധാരണഗതിയിൽ സാധിക്കും. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ ഒരു നിക്ഷേപം എന്നുള്ളതിലുപരി നമുക്ക് ഒരു ആത്മവിശ്വാസവും ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനും വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്.